5 സുന്ദരികൾ ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അവിടെ നിൽക്കാൻ. എന്താ ഇത് നിങ്ങളുടെ പേഴ്സ് അല്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ ഇതെടുത്തേ? ആര് പറഞ്ഞു? ഇതെന്റെ പേഴ്സ് തന്നെയാ. ആ എങ്കിൽ നിങ്ങൾ എന്റെ കൂടെ വാ. ഇത് ആരുടേതാന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? ആ ഞാൻ ആരെങ്കിലും ആവട്ടെ, നിങ്ങൾ ഈ കാണിക്കുന്നത് മര്യാദകേടല്ലേ? വിശ്വാസത്തോടെ സകലതും ദൈവത്തിൽ സമർപ്പിച്ചല്ലേ എല്ലാവരും അമ്പലത്തിലെത്തുന്നത്? അവിടുന്ന് മോഷ്ടിക്കാന്ന് പറയുന്നത് എത്ര മോശ. നിങ്ങൾക്ക് എന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിച്ചൂടെ? മര്യാദയ്ക്ക് പേഴ്സ് തന്നിട്ട് പോ, അല്ലെങ്കിൽ ഞാൻ എല്ലാരും വിളിച്ചു കൂട്ടും. ഇത് ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ചേച്ചിയുടേതായിരിക്കും. അവർക്ക് അത്യാവശ്യമുള്ള എന്തൊക്കെ കാണും ഇതില്. എന്തിനാ ചേച്ചി മനുഷ്യനെ ദൈവത്തിനെ ഒരുമിച്ച് പറ്റിക്കുന്നേ? മോളെ, തെറ്റാണെന്നറിയാം, പക്ഷേ വേറെ മാർഗമൊന്നുമില്ലാത്തോണ്ട് എടുത്തു പോയതാ. എന്റെ ഭർത്താവ് സുഖമില്ലാതെ ആശുപത്രി കിടക്കുക. ചികിത്സയ്ക്കായി കുറെ കാശ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വിഷമമുള്ള കാര്യ. പക്ഷെ കയ്യിൽ കാശില്ലാത്തവരും ദാരിദ്ര്യമുള്ളവരൊക്കെ ഇതുപോലെ മോഷ്ടിക്കാൻ ഇറങ്ങുകയാണോ? മോളിത് തിരിച്ചു കൊടുത്തേക്ക്. ആരോടും പറയല്ലേ മോളെ. ഇങ്ങനൊരു കാര്യം എത്ര നാണക്കേടുണ്ടാക്കുന്നതാ. ചേച്ചി മനസ്സറിഞ്ഞ് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. എന്തെങ്കിലും ഒരു സഹായം ആരിൽ നിന്നെങ്കിലും കിട്ടാതിരിക്കില്ല. ഇനി ഇങ്ങനൊന്നും ചെയ്യില്ല ചേച്ചി. ഇനി ഇങ്ങനെ ചെയ്യില്ല. അയ്യോ, എന്റെ പേഴ്സ് കാണുന്നില്ല. മേഡം കയ്യിലുണ്ടായിരുന്നോന്ന് ഉറപ്പാണോ? ഉണ്ടായിരുന്നു, ഉറപ്പാ. ക്ഷേത്രത്തിന്റെ മുന്നിൽ വെച്ചൊക്കെ ആരെടുത്തോണ്ട് പോവാനാ? അയ്യോ ദൈവമേ, എന്റെ പേഴ്സ്. ഒന്നുകൂടി ഒന്ന് ഓർത്തു നോക്ക്. ചേച്ചിമാരെ, ഈ പേഴ്സ് നിങ്ങളുടെ ആരുടെയിലോ ആണോ? ഇതേ എന്റെ പേഴ്സ്. ഇത് എവിടുന്ന് കിട്ടി? അതോ അവിടെ നടയിലേക്ക് കയറുന്നിടത്ത് വീണ് കിടക്കുകയായിരുന്നു. മോളെ, ഇത് കാണാതെ ഞാൻ തെരഞ്ഞോണ്ടിരിക്കുവായിരുന്നു. അതിനകത്ത് എല്ലാം ഉണ്ടോന്ന് നോക്കിയേ. ഓ ഈശ്വര, അഞ്ചു പവന്റെ മാലയാ. നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കി. നന്ദിയുണ്ട് മോളെ. സൂക്ഷിക്കണ്ടേ ഇതൊക്കെ? കുട്ടി തൊഴുതില്ലല്ലോ അല്ലേ? ഇല്ല. തൊഴുതോളൂ, മനസ്സറിഞ്ഞു തൊഴുതോളൂ. ദേവി, ഞാൻ ഈ നടയിൽ നിൽക്കുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല, സൂര്യസാറിന്റെ കുടുംബത്തിനും വേണ്ടി അപേക്ഷിക്കാനാ. സൂര്യസാറിനെ കാത്തോളണേ, ഒരു കുഴപ്പം വരാതെ നോക്കിക്കൊള്ളണേ. ഏതാ ഈ കുട്ടി? അറിയില്ല, അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. അതിനാ പേഴ്സ് തിരിച്ചു കൊണ്ടുവരാൻ തോന്നിയല്ലോ. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലോ? മനസ്സിനെ അലട്ടുന്ന എന്തോ ഒരു വലിയ പ്രശ്നമുണ്ടല്ലോ കുട്ടി. ഒട്ടും പേടിക്കണ്ട, ദേവി കാത്തോളൂ. സുഹാസിനി പൂജയിൽ പങ്കെടുത്തതിന്റെ സകല ഐശ്വര്യവും കുട്ടിക്കുണ്ടാവും. നന്നായിരിക്കട്ടെ. മോളുടെ പേരെന്താ? നന്ദിനി. എന്നാ ഞാൻ ഇറങ്ങട്ടെ.